എൻ്റെ പേര് ജോഷി മോനം ജോസഫ് എന്നാണ്. ഞാൻ വരുന്നത് UK നിന്നാണ്. ആദ്യമായിട്ട് ഈ വേദിയിൽ നിന്നൊരു സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചതിന് 1000 നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വർഷം ഒരു 10 വർഷമായി ഒരു കുഞ്ഞിന് ലഭിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ UK പോകുന്നതിന് മുമ്പ് ഒരു 2014 ജനുവരി 30 ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്ക് പോകാൻ PCCയുടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ വൈഫിന് ജോലി അവിടെ എൻ്റെ PCC കാരണം ജോലി നഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഒരു സാഹചര്യമുണ്ടായി. മാതാവിൻ്റെ പേരിൽ 30 ഉടമ്പടി എടുത്തു. എനിക്ക് പല പ്രശ്നങ്ങളും ഓരോ ആഴ്ചയിൽ ചൊവ്വാഴ്ചകൾ ഞാൻ ഇവിടുന്ന് ധ്യാനം കൂടി വീട്ടിലേക്ക് പോകും തോറും എനിക്ക് ഓരോ പ്രോസസ്സും പോസിറ്റീവായിട്ട് പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. അതിനിടയിൽ മാതാവ് എനിക്കൊരു സ്വപ്നം വന്ന പോലെ എനിക്കൊരു മാർച്ച് 9 എന്നൊരു തീയതി കാണിച്ചു തന്നു. ഈ മാർച്ച് 9 ആയപ്പോൾ മാർച്ച് 9 കാണിച്ചു തന്നു. അതിനുള്ളിൽ എൻ്റെ PCC വന്നു. PCC 6 മാസം ആവുമെന്നാണ് പറഞ്ഞത് കിട്ടാൻ. അതും 1 മാസം 30-38 ദിവസത്തിനാണ് PCC റെഡിയാകുന്നത്. വൈഫിന് ജോലി ശരിയാകുന്നത്. എനിക്ക് 23 പോകാൻ വേണ്ടി ഈ 9 ടിക്കറ്റും എല്ലാ കാര്യങ്ങളും ഈ മാതാവ് കാണിച്ചു തന്ന 9 മാതാവ് എനിക്ക് കാണിച്ചു തന്ന 9 എന്ന തീയതിയിലേക്ക് എല്ലാം എടുത്ത് ടിക്കറ്റ് സഹിതം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. പിന്നെ ഇത് 1ാമത്തെ അനുഗ്രഹം, കുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചതിന്. 2ാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറിയ അനുഗ്രഹങ്ങൾ. അതായത് ഈ നമ്മൾ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമല്ലോ, അങ്ങനെ ഞാൻ ഏപ്രിൽ മാസം UK ചെന്ന് ഏപ്രിൽ മാസം 2ാമത്തെ ആഴ്ചയിലെ ടോക്കിൽ അച്ഛൻ പറഞ്ഞായിരുന്നു ഒത്തിരി വർഷങ്ങളില്ലാത്ത ഒരു കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾക്കായിരിക്കും എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമല്ലോ എന്ന് വെച്ചപ്പോഴത്തേക്ക് തന്നെ ആ വർഷം ചെന്ന് 1 വർഷമായില്ല. ഞാൻ മാർച്ച് 23 പോയത്. 2025 മാർച്ച് 4 ആയപ്പോൾ ഞങ്ങൾക്കൊരു നല്ലൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രമെല്ലാം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എല്ലാവർക്കും ഇവിടുന്ന് നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. പല സ്ഥലത്തും പോയി ഇവിടെ തന്നെയല്ല പല സ്ഥലത്തും കൊണ്ട് കൊടുത്തു. പിന്നെ ഈ മറ്റുള്ളവരെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് സഹായിക്കാം. കാശിൻ്റെ രീതിയിൽ ഒത്തിരി സാമ്പത്തികമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മളെ രീതിയിലെല്ലാം സഹായിച്ചു. പിന്നെ ദൈവത്തിന് ഒത്തിരി അടുത്തറിയുവാനും മാതാവിനോട് കൂടി ഒത്തിരി പ്രാർത്ഥിക്കുവാനും എല്ലാം സാധിച്ചു. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുന്ന ഒരാളാണ്. ഇപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ കുർബാനയ്ക്ക് ഈ ആഴ്ച 2 ദിവസം ശനി ഞായറിൽ പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ശനി ഞായറും മുടക്കാതെ കുർബാന പോകും. കുമ്പസാരം മുടങ്ങും. അതായത് നമുക്കവിടെ ഇംഗ്ലീഷ് ഒത്തിരി വശമില്ലാത്തത് കൊണ്ടും എന്നാലും പറ്റുന്ന രീതിയിൽ കുമ്പസാരിക്കും. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ട്. 2 പേരും രാവിലെയും വൈകുന്നേരവും. നമുക്ക് വേറെ ആരും അവിടെ ഇല്ല. 2 പേരും മാതാവിൻ്റെ രാവിലെയും വൈകുന്നേരവും. രാവിലെ 5:30 കറക്റ്റായിട്ട് ചൊല്ലും. വൈകുന്നേരം ഇച്ചിരി താമസിക്കുക. എന്നാൽ വരുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ താമസം ഉണ്ടാകും. അതിൻ്റെ ഒരു താമസമുള്ളൂ. ഇത്രയൊക്കെ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.